രാജസ്ഥാനിലെ ഒരു സർക്കാർ സ്കൂളിന്റെ അവസ്ഥ പുറത്തു കൊണ്ടുവരാൻ CJP നടത്തിയ ശ്രമം ഇപ്പോൾ ഒരു വലിയ മാറ്റത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ 18 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ്. അതും സെപ്റ്റംബർ 1 മുതൽ നിർമ്മാണം തുടങ്ങുമെന്ന് പ്രഖ്യാപനം. ഈ തീരുമാനത്തിന് പിന്നിൽ CJP നടത്തിയ സ്കൂൾ ടേക്ക് കെയർ ക്യാമ്പയിന്റെ സമ്മർദ്ദം നിർണായകമായിരുന്നു എന്നാണ് CJP അവകാശപ്പെടുന്നത്. സംഭവം ജയ്പൂരിലെ സംഗാനേർ ബ്ലോക്കിലെ റാംപുര കൻവർപുര ഗവൺമെന്റ് പ്രൈമറി സ്കൂളിലാണ്. ആദ്യം ഈ സ്കൂളിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് നോക്കാം. 2025 സെപ്റ്റംബറിൽ നടത്തിയ സാങ്കേതിക പരിശോധനയിൽ സ്കൂൾ കെട്ടിടം അപകടകരമായ അവസ്ഥയിലാണെന്ന് കണ്ടെത്തി. അതോടെ ആ കെട്ടിടം ഉപയോഗിക്കുന്നത് നിർത്തി. കുട്ടികളെ സമീപത്തെ ബീൽവയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവും വന്നു. പക്ഷെ ചെറിയ കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടുന്നത് ബുദ്ധിമുട്ടാകുമെന്ന കാരണത്താൽ നാട്ടുകാർ അതിനെ എതിർത്തു. അങ്ങനെ കുട്ടികളുടെ ക്ലാസുകൾ നടന്നത് എവിടെയാണെന്ന് കേൾക്കുമ്പോഴാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ഒരു കാറ്റിൽ എൻക്ലോഷറിൽ, അതായത് പശുക്കളെ കെട്ടുന്ന ഒരു സ്ഥലത്ത്. സുരക്ഷിതമായ സ്വന്തം സ്കൂൾ കെട്ടിടമില്ലാത്ത കുട്ടികൾക്ക് പഠിക്കേണ്ടി വന്നത് ഇവിടെയാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ 18 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമാണ് ഉള്ളത്. ഇതിനിടയിലാണ് CJP രാജ്യത്തുടനീളം സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്ന സ്കൂൾ ടേക്ക് കെയർ ക്യാമ്പയിൻ ആരംഭിച്ചത്. ക്യാമ്പയിൻ ലക്ഷ്യം വളരെ ലളിതമാണ്. സർക്കാർ സ്കൂളുകളിൽ കെട്ടിടമില്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക. കെട്ടിടം തകർന്ന നിലയിലാണെങ്കിൽ അത് ചോദ്യം ചെയ്യുക. കുട്ടികൾക്ക് ടോയ്ലറ്റ്, ഡ്രിങ്കിംഗ് വാട്ടർ, ഇലക്ട്രിസിറ്റി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിൽ അത് പൊതു ചർച്ചയാക്കുക. അത്തരമൊരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് CJP സംഘം റാംപുര സ്കൂളിലെത്തുന്നത്. അവിടെ അവർ കണ്ടത് ഒരു സാധാരണ ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നമല്ലായിരുന്നു, സ്കൂൾ കെട്ടിടം തന്നെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ വിഷയം പുറത്തു വന്നതോടെ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമായി. CJP സംഘം സ്കൂൾ സന്ദർശിച്ച ദിവസം സംഘർഷവും ഉണ്ടായി. ഇതിന്റെ പേരിൽ ഇരുവിഭാഗത്തിന്റെയും പരാതിയിൽ പോലീസ് ക്രോസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CJP ആക്രമണം ആരോപിച്ചപ്പോൾ സന്ദർശക സംഘം നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് മറുവാദം. അതിനാൽ ആ സംഭവത്തെക്കുറിച്ച് ആരാണ് പൂർണ്ണമായി ഉത്തരവാദി എന്ന് തീരുമാനിക്കുന്നത് അന്വേഷണത്തിന്റെ വിഷയമാണ്. പക്ഷെ ഈ സംഭവത്തിൽ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. CJPയുടെ സമ്മർദ്ദത്തിന് പിന്നാലെ സർക്കാർ സ്കൂളിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തു. റാംപുര സർക്കാർ പ്രൈമറി സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 18 ലക്ഷം രൂപ അനുവദിച്ചു. അതിൽ 12 ലക്ഷം രൂപ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ നിന്നും മറ്റൊരു 6 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും വരും. നിർമ്മാണം സെപ്റ്റംബർ 1 മുതൽ തുടങ്ങുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് CJP ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ അവിടെ പോയത് വോട്ട് ചോദിക്കാനല്ല, സ്കൂൾ ശരിയാക്കണമെന്ന് പറയാനാണ്. CJP നേതാവ് അശുതോഷ് റാങ്കയുടെ വാക്കുകളിൽ, അവരുടെ 48 മണിക്കൂർ മുന്നറിയിപ്പിന് പിന്നാലെ റാംപൂർ സ്കൂളിന്റെ കാര്യത്തിൽ സർക്കാർ നടപടിയെടുത്തോടെ അവരുടെ അടിയന്തര ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരും. CJP അവിടെ പോയില്ലെങ്കിൽ ഈ കെട്ടിടം ഒരിക്കലും നിർമ്മിക്കപ്പെടില്ലായിരുന്നു എന്നാണോ? അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം സർക്കാർ പറയുന്നത് ഈ സ്കൂൾ കെട്ടിടം 2025 അപകടകരമാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നാണ്. അതിനുശേഷം യാതൊരു നടപടിയും അവിടെ ഉണ്ടായിട്ടില്ല. CJP ക്യാമ്പയിൻ ഈ പ്രശ്നത്തെ പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതും അതിന് പിന്നാലെ ഉണ്ടായ ശക്തമായ രാഷ്ട്രീയ സാമൂഹിക സമ്മർദ്ദവും നിർമ്മാണ പ്രഖ്യാപനവും ഇപ്പോൾ പുറത്തു വരുന്നതിന് ഒരു പ്രധാന കാറ്റലിസ്റ്റായി പ്രവർത്തിച്ചു എന്ന് നിഷേധിക്കാനാവില്ല. കാരണം ഇതൊരു സ്കൂളിന്റെ മാത്രം കഥയല്ല. രാജസ്ഥാനിലെ സർക്കാർ തന്നെ നിയമസഭയിൽ നൽകിയ കണക്കുകൾ പ്രകാരം 616 സർക്കാർ സ്കൂളുകൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. സ്വന്തം കെട്ടിടമുള്ള സ്കൂളുകളിൽ പോലും 2047 സ്കൂളുകളിൽ ടോയ്ലറ്റ് സൗകര്യമില്ല. 1049 സ്കൂളുകളിൽ ഡ്രിങ്കിംഗ് വാട്ടർ സൗകര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ റാംപുര സ്കൂളിൽ സംഭവിച്ചത് ഒരു ഐസൊലേറ്റഡ് സംഭവം മാത്രമാണോ? അതോ സംസ്ഥാനത്തെ സർക്കാർ വിദ്യാഭ്യാസ സംവിധാനത്തിലെ വലിയൊരു പ്രശ്നത്തിന്റെ ചെറിയൊരു ഉദാഹരണമാണോ? അതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. CJP പറയുന്നത് ഏകദേശം 3000 സ്കൂൾ കെട്ടിടങ്ങൾ മോശം അവസ്ഥയിലാണ് എന്നാണ്. സർക്കാർ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനായി വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് റാംപൂരിലെ പുതിയ സ്കൂൾ കെട്ടിടം ഒരു കെട്ടിടം മാത്രമല്ല, ഒരു സർക്കാർ സ്കൂളിന്റെ പ്രശ്നം ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ അതിന് പിന്നാലെ സർക്കാർ നടപടി എടുക്കേണ്ടി വരുമോ എന്നതിന്റെ ഒരു ടെസ്റ്റ് കേസ് കൂടിയാണിത്.